നമ്മുടെ ഇത് ലോക്ക് ആക്കിയിട്ട് ഓരോ കേരളത്തിൽ കേരളം നമ്മൾ ലോക്കിലാണ് ഇത് അപകടമാണ് ഡ്രാമകളാണ് ഇത് ഇങ്ങനത്തെ ഡ്രാമ കുറെ പേര് കുറെ പേര് ഇങ്ങനത്തെ കാണിച്ചു ഇതിന്റെ എല്ലാ പ്രൂഫും പറയുന്നുണ്ട് ഡൽഹി മുതലുള്ള മുതലുള്ള ഒരു തമിഴ് ഫാമിലി മുതൽ ഡ്രാമ കാണിച്ചു എല്ലാം കായംകുളം എന്ന് പറയും നമ്മൾ ഇതിനോട് അക്ഷരങ്ങളും കായംകുളം ഇതെല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഫുള്ള് സേവില്ല അന്ന് ഫേസ്ബുക്കിലായിരുന്നു ഫുൾ ഫേസ്ബുക്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്തു ഈ സന്ദേശത്തിൽ എങ്ങനെയൊക്കെ ഇവന്മാർ ഹരാസ് ചെയ്യുന്നുള്ളത് ഈ സന്ദേശം അതുപോലെ ഇതുപോലെ തന്നെ ഇപ്പോൾ കുറെ നാട്ടുകാർ അതുപോലെയാണ് നമ്മൾ ഇവിടെ പോയത് കുറെ നേരം ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മള് മര്യാദയ്ക്ക് നമ്മുടെ രീതിയിലാണെങ്കിൽ നമ്മുടെ റൂമിലെ ഡോറിന്റെ ഫ്രണ്ടേ എന്നാൽ ഭയങ്കര ഹറാസ്മെന്റ് ആണ് ഭയങ്കര ഹറാസ്മെന്റ് ആണ് അതൊക്കെ കാണാൻ ഇതുപോലെയാണ് ഇവിടെ കുറെ നാട്ടുകാരെന്ന് പറഞ്ഞ കുറെ അവന്മാരിങ്ങനെ ഇവിടെ കുറെ നാട്ടുകാർ കുറെ അവന്മാർ പ്രത്യേകിച്ച് സുബ്രഹ്മണ്യം സമാധാന മണ്ഡലത്തിലെ കുറെ അവന്മാർ ഈ കുറെ ആൾക്കാർ SNDP കുറെ കുറെ എണ്ണം പൈസ ഒരു ജോലിയില്ല അങ്ങനെ വന്ന് ഇരിപ്പാണ് കഥ ഉണ്ടാക്കി നമ്മുടെ ആരൊക്കെയാണ് ഭയങ്കര കുഞ്ഞു പോലെ അവന്റെ ഒരു വേറെ ഉണ്ടായിരുന്നു അതുപോലെയുള്ള അവന്റെ ഒരു ബന്ധുവാണ് ഇങ്ങനെ നടക്കുകയാണ് അത് ശീലൻ എന്ന് പറയുന്നതായിരുന്നു രാജനെ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ രാജനെ ഇങ്ങനെ നടക്കുക അവളിങ്ങനെ ഒരു അവളാണ് മറ്റേ പരിപാടി അവരിവിടെ ഉള്ളപ്പം നൂറ്റമ്പത് ആണുങ്ങളെ രാവിലെ പത്രക്കാരൻ നമ്മൾ ഇവിടെ കാലി കഴിയുക ഏത് പത്രക്കാരനാണ് വന്ന് കാലി കഴിയുക ഇവിടെ കയറി ഇങ്ങനെ നിൽക്കുക അങ്ങനെ പലതും നമ്മൾ കണ്ടപ്പോഴാണ് പത്രം പോരുന്നത് പിന്നെ കാലി കഴിയുക ഇത് ആരോ ആണുള്ള ആരോ ആളുകൾ കേൾക്കാൻ വേണ്ടി ഇതിനങ്ങ് നിൽക്കുമല്ലോ ഇങ്ങനെ പല വേറെയുണ്ട് പാല് കൊണ്ടിരുന്ന ഒരു ഡ്രൈവർ ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു മുരളി എന്ന് പറയുന്നത് ഒരു അതിൽ നമ്മുടെ വീട്ടിന് അകത്തോട്ടൊക്കെ ജോലി പാല് കുറെ കയ്യേറ്റിട്ട് അങ്ങോട്ട് നടക്കുക അവന്റെ കയ്യേറ്റിട്ട് നടക്കുന്നുള്ളൂ അതിന്റെ ആദ്യമേ എന്ന് പറയുന്നത് അതിന്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല ചാടുന്ന ചാട്ടം കാണുന്നു എല്ലാം എന്തെങ്കിലും ഉണ്ട് തെളിവായിട്ട് ഒരു പോലീസുകാർ വന്നപ്പോൾ എന്നെക്കാട്ടി നടക്കാൻ പോകുന്ന നമ്മളെക്കാട്ടി നല്ല ചാടിയാണ് ഫ്രണ്ടിലോട്ട് നമ്മൾ ഒരു കുഴപ്പമില്ല ഒരു ഡ്രാമ കാണിക്കുന്നുണ്ട് കയ്യേറ്റി ആട്ടിയാട്ടി നടക്കുക ഏതാണെങ്കിലും വന്നാൽ കയ്യെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും എന്തുവാ കഴിച്ചില്ല രണ്ട് കുട്ടികൾ ഇവിടെ കൊച്ചുകളൊക്കെ നടക്കുകയാണെന്നൊക്കെ വരുത്തിക്കാനായിട്ടൊക്കെ നടക്കുക അങ്ങനെ പല പല വേലകളാണ് ഇതൊക്കെയുള്ളത് ഇവരെ ഇതിലോട്ട് കൊണ്ടുപോകുന്നത് പറയുന്നില്ല എന്തിനും ചെന്നൈയാഴ്ച കൊണ്ടുപോകുന്ന അവളെയൊക്കെ വാങ്ങിച്ചോ എന്തിനും അവളെ പിന്നെ ഇടയ്ക്ക് പറയും അവളെ ഭയങ്കര രോഗമാണ് അവളെ ഞാനല്ല വാങ്ങിച്ച പീഡായ്മ പറയുന്നത് വാങ്ങിച്ച 10 ലക്ഷം അവളോട് പറയുന്ന കൊടുക്കാറുണ്ട് അല്ലാതെ ഞാനല്ല അവളുടെ ലക്ഷങ്ങളൊന്നും വാങ്ങിച്ചത് അവളുടെ ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ച ആരാണെന്ന് ഈ പുറത്തുള്ള അവിടെയൊക്കെ നാട്ടുകാർ കണക്കാക്കിയിട്ട് അവിടെ പോയിട്ടാണ് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി കുറി വാങ്ങിച്ചുണ്ടാക്കിയല്ല കുറിയുടെ കിടപ്പാവായിട്ടൊക്കെ വെളിയിലുള്ള വയ്ക്കാൻ ഇങ്ങനെ പല പല വേലകളാണ് നമുക്കുള്ളത് ഇങ്ങനെ പല ഒന്ന് തെറ്റി കുറച്ച് വായിക്കാൻ ഇങ്ങനത്തുള്ള പല പല പരിപാടികളാണ് നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചാൽ നാട്ടുകാർക്ക് മുഴുവൻ നമ്മളെ ഇതുപോലെ നോക്കിയത് വസ്തു എഴുതി കാണണം വസ്തു എഴുതിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ പോലെ 2019 പാട്ടായി സന്ധ്യയായിട്ട് 7 പാട്ടുപാടി ഏറ്റവും അവസാനം ഇവിടെ ഇതാക്കിയപ്പോൾ എന്റെ ക്യാമറയൊക്കെ അഴിച്ചു പൊട്ടിച്ച് എല്ലാം 5 CCTV ക്യാമറ അഴിച്ചു പൊട്ടിച്ചു നാട്ടുകാർക്ക് എല്ലാം അറിയാം ഈ വിവരങ്ങളല്ല എന്റെ ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു എല്ലാം ഇതിനകത്ത് കയറിയപ്പം പ്രമാണം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടാവും വസ്തുവകളുടെ എന്റെ 146 കാരണം ഞാൻ നാളെ ഫാമിലി
കോടതി കൊണ്ടിന്റെ പ്രമാണം എല്ലാം അതുപോലെ ഇപ്പോഴും എന്റെ പ്രമാണങ്ങളൊന്നും ഇല്ല ഇതൊന്നും കൊടുക്കാനും ഇതൊന്നും ഇവിടെ ഇട്ടേക്കാനും മനസ്സിലാക്കാനും എന്റെ പ്രമാണം എനിക്ക് അവർക്ക് കൊടുക്കാനും താമസിക്കാൻ അവിടെ പ്രൈവറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ട് വേണമെന്നില്ല 50 ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താണെന്ന് സെക്യൂരിറ്റി വേണമെന്ന് 40 വയസ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഏജ് ഉണ്ട് ആ ഏജ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ അത് വേറെ കാര്യം എൻ്റെ അച്ഛനെയും ഫാമിലി മെമ്പേഴ്സ് സഹോദരങ്ങളായിരുന്നു എൻ്റെ അച്ഛനെ അവന്മാരും കുറെ ആൾമാരുമായിരുന്നു ശത്രു എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അതുപോലെ തന്നെയാണ് എൻ്റെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് ലീഗായിട്ട് എന്ന് പറയുന്നതാണ് വേറെ ആരും എന്റെ നമ്പർ 1 ശത്രു എൻ്റെ അച്ഛനെ പോലെ അവരുടെ സഹോദരങ്ങളെ പോലെ എന്റെ ശത്രു എന്ന് പറയുന്നത് നമ്പർ 1 ശത്രു ലീഗായിട്ട് വേറെ ആരുമില്ല അവരുടെ മക്കാനെയും മക്കാമത്തെ വിഷം കൊടുത്ത് വായ്പ അതുപോലെ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇതിന്റെ മോടെ സ്വഭാവിയാണ് നമ്മളെ ഒറ്റയ്ക്കാക്കുക എന്നിട്ട് പല കാര്യങ്ങൾ ഇവന്മാർ ചെയ്യുക പിന്നെ പലതും ചെയ്യുന്ന ഇതാ ഇവന്മാർക്കുള്ളത് ഇങ്ങനെ ഗ്യാസ് അടിച്ച് നമ്മളെ ഇതാക്കാൻ നോക്കുന്ന